മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്, അവന്റെ വിശേഷണങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലാഹു ഏകനാണ് എന്ന് നീ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ പേരുകൾ, ഉദാഹരണത്തിന് റഹ്മാൻ അല്ലാഹുവിന്റെ പേരാണ്, അവന് മാത്രം അർഹതപ്പെട്ട പേരാണ്. ആ പേര് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും വിളിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന ദിവസങ്ങളിൽ യമാമ എന്ന പ്രദേശത്ത് യമനിൽ ഒരു നബി പ്രത്യക്ഷപ്പെട്ടു, ഒരു കള്ള നബി. മുസൈലിമ എന്നായിരുന്നു അവന്റെ പേര്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ചരിത്രത്തിൽ അവനെ വിശേഷിപ്പിച്ചതായി കാണാം. അവൻ സ്വന്തത്തെ വിശേഷിപ്പിച്ചിരുന്നത് റഹ്മാനുൽ യമാമ എന്നായിരുന്നു. യമാമയിലെ റഹ്മാൻ എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അവൻ അള്ളാഹുവിന്റെ പേര് തന്റെ സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അള്ളാഹു അവന്റെ പേരിന് ചേർത്തി കൊടുത്തത് ഏറ്റവും മോശമായ വിശേഷണമാണ്. അവന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുമ്പോഴെല്ലാം ആളുകൾ പറയുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. അവൻ റഹ്മാൻ എന്ന് ചേർത്തിയപ്പോൾ അള്ളാഹു അവന്റെ പേരിന് വേറൊന്ന് വെച്ചു കൊടുത്തു, കള്ളനായ മുസൈലിം.